ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നമുക്കൊക്കെ തേങ്ങ ചിരകിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുന്ന സമയത്തും അതല്ലെങ്കിൽ നമ്മൾ സദ്യയൊക്കെ തയ്യാറാക്കുന്ന ടൈമിൽ കുറച്ചധികം തേങ്ങ നമുക്ക് ചിരകേണ്ടതായിട്ട് വരാറുണ്ട്. ഗ്രേറ്ററോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിരകി ഒന്നുമില്ലാതെ തന്നെ നമുക്ക് എങ്ങനെ തേങ്ങ വളരെ ഈസി ആയിട്ട് ചിരകിയെടുക്കാം. ഒപ്പം തന്നെ രാവിലെ ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാർക്ക് കുറച്ച് തേങ്ങയൊക്കെ ചിരകി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ അവരുടെ രാവിലത്തെ ജോലി വളരെ എളുപ്പമാക്കാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള കുറച്ച് ടിപ്പുകളും നമ്മൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തവർക്ക് കടയിൽ നിന്ന് തേങ്ങ വാങ്ങുന്ന ടൈമിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമുക്ക് തേങ്ങ കുറച്ചധിക കാലം എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം. ചില സമയത്ത് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴും അതല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്നൊക്കെ കുറച്ച് കൂടുതൽ തേങ്ങ വാങ്ങിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഇതുപോലെ കുറച്ച് ചകിരി ഇരിക്കത്തക്ക രീതിയിൽ നമ്മൾ പൊതിച്ചു കൊണ്ട് വരികയാണെങ്കിൽ നമ്മുടെ തേങ്ങ കുറേ അധിക കാലം കേടാകാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ ഞാൻ നാട്ടിൽ നിന്ന് തേങ്ങ പൊതിച്ചു കൊണ്ട് വന്നിട്ട് ഒരു 6 മാസക്കാലമൊക്കെ തന്നെ കേടാകാതെ സൂക്ഷിച്ചിട്ടുണ്ട്. അടുത്ത ടിപ്പ് വന്നിട്ട് നമുക്ക് കടയിൽ നിന്ന് നല്ല തേങ്ങ എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ തേങ്ങ വാങ്ങുന്ന ടൈമിൽ ഈ ഒരു കണ്ണ് ഭാഗമുണ്ടല്ലോ, തേങ്ങയുടെ ഒരു 3 കണ്ണ് വരുന്ന ഭാഗത്ത് വെള്ള നനവുണ്ടെങ്കിൽ അത്തരം തേങ്ങ നമ്മൾ വാങ്ങരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തേങ്ങയ്ക്കുള്ളിൽ കേടായി എന്നുള്ളതാണ് അതിനർത്ഥം. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് വന്നിട്ട് ചില ആളുകൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ തേങ്ങ വല്ലാണ്ട് ചിന്നി ചിതറിയൊക്കെ പോകാറുണ്ട്. നമുക്ക് കറക്റ്റായ രീതിയിൽ പൊട്ടിച്ചെടുക്കാനായിട്ട് തേങ്ങയുടെ ഒരു വരി എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ഭാഗത്തെ നമ്മൾ വരി എന്നാണ് പറയുന്നത്, ഈ ഒരു വരി നോക്കി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ തേങ്ങ ഉടഞ്ഞു കിട്ടും. അത് ചിന്നി ചിതറിയൊന്നും പോകാതെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ തേങ്ങ പൊട്ടിച്ചെടുക്കാനായിട്ടും പറ്റും. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു വരി ഭാഗത്ത് നമ്മൾ കത്താൾ ഉപയോഗിച്ചിട്ട് ഒന്നോ രണ്ടോ ഒരു കൊട്ട് കൊടുക്കുകയാണെങ്കിൽ തേങ്ങ പെട്ടെന്ന് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ നമ്മുടെ തേങ്ങാവെള്ളം പുതുതായിട്ട് നമ്മൾ നട്ടിട്ടുള്ള ചെടിയുടെയൊക്കെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് വരും കേട്ടോ. ഞാൻ ജസ്റ്റ് തേങ്ങാവെള്ളം കണ്ടപ്പം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് വന്നിട്ട് നമ്മൾ ഈ പൊട്ടിച്ചെടുത്ത തേങ്ങാമുറി കുറച്ചധികം നാൾ നമുക്ക് കേടാകാതെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഉപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ വിനെഗറോ ചേർത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നമുക്ക് ചീത്തയാകാതെ ഈ ഒരു തേങ്ങാമുറി സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് വന്നിട്ട് ചില സമയത്ത് നമ്മൾ ഉണക്ക തേങ്ങയൊക്കെ പൊട്ടിക്കുന്ന ടൈമിൽ ഈ ചിരട്ടയിൽ നിന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട് നമ്മൾ നല്ലതുപോലെ ബുദ്ധിമുട്ടാറുണ്ട് അല്ലേ. അത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഉണക്ക തേങ്ങയൊക്കെ പൊട്ടിക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചിരട്ടയിൽ നിന്ന് ആ തേങ്ങ ഇളകി പോകാതൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ തേങ്ങ എങ്ങനെ ചിരകിയെടുക്കാമെന്ന് നോക്കാം. ഞാനൊരു 3 രീതിയിൽ തേങ്ങ ചിരകുന്നത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ രീതി ഏതാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് തേങ്ങ ചിരട്ടയിൽ നിന്നൊന്ന് അടർത്തിയെടുക്കുകയാണ് വേണ്ടത്. ഞാൻ അതിനായിട്ട് 3 വ്യത്യസ്തമായ രീതി കാണിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ടുള്ളത് ആ ഒരു രീതി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യത്തെ രീതി വന്നിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്ത തേങ്ങാമുറി ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ അരമണിക്കൂർ നേരം തണുപ്പിക്കാനായിട്ട് വെക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ അരമണിക്കൂറിലേറെ വെച്ച് നല്ലതുപോലെ നമ്മുടെ തേങ്ങാമുറി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു പാത്രത്തിലെ വെള്ളത്തിൽ ഈ തണുപ്പ് മാറ്റാനായിട്ട് നമ്മൾ തണുപ്പിച്ചെടുത്ത തേങ്ങാമുറി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്കൊരു നൈഫ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ തേങ്ങാമുറി എടുക്കാവുന്നതാണ്. നമ്മൾ പ്രഥമനും ബീഫും ഒക്കെ തയ്യാറാക്കുമ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇടാറുണ്ടല്ലോ, അന്നേരമൊക്കെ നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ തേങ്ങ എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഈ എടുത്ത തേങ്ങയുടെ ഈ ഒരു ബ്രൗണിഷ് പാർട്ട് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു പീലർ ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ ഒരു ബ്രൗണിഷ് പാർട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യകതയൊന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് ഇങ്ങനെ ഒരു പീലർ ഉപയോഗിച്ചിട്ട് ഈ ഒരു ബ്രൗണിഷ് പാർട്ട് റിമൂവ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൾസ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ്. 1-2 പ്രാവശ്യം മാത്രം ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരിക്കലും വെള്ളം ചേർക്കരുത്. ഇപ്പം നോക്കിയാൽ നല്ല തൂവെള്ള പോലെ നമുക്ക് ചിരകിയെടുത്തതുപോലെ തന്നെ നമുക്ക് തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് ഏതാണെന്ന് നോക്കാം.
അടുത്ത രീതി വന്നിട്ട് ഇതുപോലെ പരന്നൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ആ ചൂടാക്കിയ വെള്ളത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങാമുറി ഇങ്ങനെ വെച്ച് കൊടുക്കണം. തേങ്ങാമുറിക്കുള്ളിലേക്ക് വെള്ളം കയറാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത്രത്തോളം വെള്ളം മാത്രമേ ആ ഒരു പാത്രത്തിൽ വെക്കാവൂ. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഈ വെള്ളത്തിൽ നമ്മൾ ഈ തേങ്ങാമുറി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ കാണുമ്പം ചിലർക്കെങ്കിലും തോന്നും ഇതിലും എളുപ്പത്തിൽ നമുക്ക് തേങ്ങ ചിരകിയെടുക്കാമല്ലോ എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ സദ്യയൊക്കെ നടത്തുന്ന ടൈമിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാർ വരുന്ന ടൈമിൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് ഇങ്ങനെ തേങ്ങ ചിരകി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സദ്യയൊക്കെ തയ്യാറാക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ തേങ്ങയുടെ ആ ഒരു വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇതുപോലൊരു വെയിറ്റ് ഉള്ളൊരു സാധനം ഉപയോഗിച്ചിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുക്കണം. അങ്ങനെ ഒന്ന് കൊട്ടി കൊടുത്താൽ തന്നെ നമുക്ക് ആ ഒരു ചിരട്ടയിൽ നിന്ന് നമ്മുടെ തേങ്ങ പെട്ടെന്ന് തന്നെ വിട്ട് മാറി വരും. ഇപ്പം നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഈ ഒരു രീതിയിൽ ഈ ചിരട്ടയിൽ നിന്ന് തേങ്ങ വിടുവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പം തന്നെ മനസ്സിലാവും നമ്മുടെ തേങ്ങ നല്ലതുപോലെ ഇളകി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നൈഫ് ഉപയോഗിച്ചിട്ട് ഒന്ന് തൊടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ചിരട്ടയിൽ നിന്ന് തേങ്ങ വിടുവിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഒരു ബ്രൗണിഷ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പീലർ ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം റിവേഴ്സ് ബട്ടൺ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാൻ വീണ്ടും പറയുന്നു, ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ വേണം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് തേങ്ങ ഗ്രേറ്റർ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ ചിരകിയൊന്നുമില്ലാതെ തന്നെ നല്ലതുപോലെ ചിരകിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡ് ഏതാണെന്ന് നോക്കാം. മൂന്നാമത്തെ രീതി വന്നിട്ട് തേങ്ങാമുറി ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. ഒരു 5 മിനിറ്റ് നേരമെങ്കിലും നമ്മൾ ഈ ഒരു രീതിയിൽ ചൂടാക്കി എടുക്കണം. നല്ലതുപോലെ എല്ലാ ഭാഗത്തും ചൂട് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ചൂടാക്കി എടുക്കാനായിട്ട്. അതിനായിട്ട് ഇതുപോലൊരു കൊടിലോ മറ്റോ ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി തണുത്തതിന് ശേഷം നമുക്കൊരു നൈഫ് ഉപയോഗിച്ച് വളരെ എളുപ്പം തന്നെ ഈ ഒരു തേങ്ങാമുറിയിൽ നിന്ന് തേങ്ങ നമുക്ക് വിടുവിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് തേങ്ങ ഇതിൽ നിന്ന് വിടുവിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ കാണിച്ച ഏത് രീതിയിൽ വേണമെങ്കിലും ചിരട്ടയിൽ നിന്ന് നമുക്ക് തേങ്ങ വിടുവിച്ചെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ വിടുവിച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസുകളാക്കി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് റിവേഴ്സ് ബട്ടൺ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ എത്ര തേങ്ങ വേണമെങ്കിലും നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ചിരകിയെടുക്കാനായിട്ട് പറ്റും. എന്ന് മാത്രമല്ല ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാനായിട്ടും പറ്റും. ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചിരകിയെടുത്തിട്ടുള്ള തേങ്ങ ഒരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് കേടാകാതെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് ഇതുപോലുള്ള എയർ ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് നമ്മൾ ചിരകിയിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച വരെ ചീത്തയാകാതെ നമുക്ക് ഈ ഒരു തേങ്ങ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഞാൻ അതിനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ്. ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് ഈ ഒരു തേങ്ങ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.